കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം അരുവിക്കരയിലുള്ള ആദിത്യൻ്റെ ആത്മഹത്യ, അതേക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ BTL കോളേജ് ഓഫ് നേഴ്സിംഗ്, ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഈ കോളേജിനെ പറ്റിയുള്ള ചരിത്രം, ഭൂമിശാസ്ത്രം മൊത്തം ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. എന്നിട്ട് വാൺ ചെയ്തു, ആരും പോകരുതേ, ജീവന് തന്നെ അപകടമാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇതങ്ങനെയാണ്. എല്ലാ മാധ്യമങ്ങളും പറയുന്നു കർണാടക സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ഭാര്യയുടെ അനിയത്തിയാണ്. കേട്ടല്ലോ. എൻ്റെ പൊന്നു കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളെ, അങ്ങനെയല്ല. നിങ്ങൾ ഇത് കണ്ടോ? ഈ പോസ്റ്റ് കണ്ടോ? ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചെയർമാൻ DK ശിവകുമാർ ചെയർമാൻ. ചെയർമാൻ എന്ന് പറയുമ്പോൾ ഭാര്യയുടെ അനിയത്തിയുടെ വല്ലതും കാണോ? അല്ലല്ലോ. ചെയർമാൻ എന്ന് പറയുമ്പം ഉടമസ്ഥൻ, അതിൻ്റെ സ്ഥാപനത്തിൻ്റെ മേലധികാരി എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ അവിടെ പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും ഒരു കാര്യം കൂടെ റീകൺഫേം ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കോളേജിൻ്റെ ട്രസ്റ്റ് ഡീഡ് ചോദിച്ച് മനസ്സിലാക്കണം. ഈ ഏജന്റ് ഊളകൾ പറയുന്നത് പോലെ DK ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണോ ഇതിൻ്റെ ചെയർമാൻ എന്ന്, അതോ വേറെ ആരെങ്കിലും ആണോ? DK ശിവകുമാർ അല്ല ഈ ട്രസ്റ്റ് ഡീഡിനകത്ത് ചെയർമാൻ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ പോസ്റ്റിൽ ഈ വ്യാജം പ്രചരിപ്പിച്ച കേരളത്തിലെ ആ ഏജന്റുമാർക്കെതിരെ നിങ്ങൾ ആദ്യം പരാതി കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ DK ശിവകുമാറിന്റെ ഭാര്യയുടെ അനിയത്തി എന്ന് പറഞ്ഞെടുക്കാറ് ഈ പോസ്റ്റ് ഇത് അമ്മാർ തന്നെ അടിച്ചിറക്കിയതാണ്. അതുകൊണ്ട് കേരള സമൂഹം ഓരോ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഏജന്റിനോട് പറഞ്ഞ് ആ കോളേജിന്റെ ട്രസ്റ്റ് ഡീഡ് ഒരു കോപ്പി വാങ്ങണം. കൊച്ചിൻ്റെ മോൻ്റെ അല്ലെങ്കിൽ മോടെ ജീവൻ സുരക്ഷിതമാക്കണ്ടേ? അതുകൊണ്ട് ഈ വിവരങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. കേരളം മൊത്തം ഇത് പടരട്ടെ. നമുക്കൊരു പുതിയൊരു തീരുമാനമൊക്കെ എടുക്കാനായിട്ട് മുമ്പോട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.